നമ്മുടെ ആദിലയും അനുമോളും തമ്മിലൊരു കോൺവെർസേഷൻ അല്ല, ഒരു വഴക്ക്, ചെറിയൊരു വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് ഒരു വളരെ മര്യാദയില്ലാതാണ് കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ആദിലയും നൂറയും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് ഇരിക്കുന്ന സ്ഥലത്ത് കയറിയിരിക്കുക, അനീഷ് അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ അവിടെ ഓടി വന്നിരിക്കുക. അനീഷ് ഒരു സൈഡിലാണല്ലോ ഇരുന്നത്. അങ്ങനെ വലിയ ഒരു 3-4 ദിവസം കൊണ്ട് അനീഷിനെ വളരെ മോശമായിട്ട് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇന്നലെ അനീഷിന് ആ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തിട്ട് ചേട്ടൻ തന്നെ ഇരുന്നോന്ന് എല്ലാവരും കൂടി പറഞ്ഞനുസരിച്ച് അനീഷ് ഇരുന്ന് കഴിഞ്ഞിട്ട് അനീഷ് ജസ്റ്റ് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ആദില കയറി അവിടെയും ഇരുന്നു. അപ്പോൾ ആദിലയും നൂറയും മനഃപൂർവ്വം അനീഷിനെ ഒരു കോമാളി അല്ലെങ്കിൽ പരിഹാസ പാത്രമാക്കി മാറ്റുവാണ്. 2-3 ദിവസമായിട്ട് ഇത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഇതേപോലെ തന്നെ അനീഷ് ഇരുന്ന സ്ഥലത്ത് അനീഷ് ഒന്ന് എഴുന്നേറ്റ് കൺഫഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ച സമയത്ത് പോയപ്പോഴത്തേക്ക് ഓടി വന്ന് ആദില ആ സ്ഥലത്തങ്ങ് ഇരുന്നു. അനീഷ് തിരിച്ചു വന്നപ്പോൾ സ്ഥലമില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുതേ എന്ന് ഇവിടെ ഇരുന്നിട്ട് അനുമോള് കാണിച്ച സമയത്ത് സ്ഥലമില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് ടാസ്ക് സമയത്ത് തന്നെ ഇരുന്ന സ്ഥലത്ത് ഇരിക്കാതെ അനുമോള് പോയിട്ട് ഈ ആദില പോയിട്ട് അനീഷിന് സ്ഥലം കൊടുത്തില്ല. അപ്പോൾ അനുമോൾ അത് മാറി ഇരുന്ന് കൊടുത്തു. അപ്പം എന്നിട്ട് അനുമോള് കണ്ണുകൊണ്ട് കാണിച്ചു ആദില അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ അതിനെ ചൊല്ലി ഇപ്പം രാത്രിയിൽ ആദില ചോദിക്കുകയാണ്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? എനിക്ക് അപ്പോൾ പറഞ്ഞ് അത് വയസ്സിന് മുതിർന്ന ഒരാളല്ലേ, അങ്ങനെ എനിക്ക് അങ്ങനെ ഒരാളിനെ ഇട്ട് തട്ടിക്കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ അതാണ് ചോദ്യം ചെയ്തത്. അപ്പം അതാണ് ഞാൻ അങ്ങനെ കണ്ണ് കാണിച്ചത്. അപ്പോൾ പറഞ്ഞു, അത് നീ ചോദിക്കേണ്ട കാര്യം എന്തോ, അയാൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അവർക്കത് ഇഷ്ടമാവില്ല. കാരണം അദ്ദേഹം ഒരു വയസ്സിന് മൂത്ത ഒരാളല്ലേ, അയാളെ നമ്മളിങ്ങനെ തട്ടിക്കളിക്കുന്നത് മോശമല്ലേ. അതിപ്പം പ്രവീൺ ചെയ്താൽ, ഇപ്പോൾ പ്രവീണും ആദിലയും കൂടി ഇരുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പ്രവീണിനെ ആയാലും എനിക്ക് വിഷമാവും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ മാറി ഇരുന്ന് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, നീ വലിയ നന്മമരം കളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ നീ എന്തിനാണ് നന്മമരം എന്ന് വിളിക്കുന്നത്? അത് പറഞ്ഞു, അത് നീ വലിയ നന്മ ചെയ്തെന്നുള്ള തോന്നലല്ലേ നിൻ്റെ, അതുകൊണ്ടാണ് നിന്നെ നന്മമരം വിളിച്ചത് ആദില പറയുകയാണ്. അപ്പം അനുമോള് പറഞ്ഞു, നന്മമരം എന്ന് വിളിക്കേണ്ട കാര്യമില്ല, അതൊരു നന്മയല്ല, അത് എല്ലാ മനുഷ്യനും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഒരു വയസ്സിന് ഒരാളിനെ അങ്ങനെ ചെയ്യുമ്പോൾ അത് സാധാരണഗതിയിൽ എനിക്ക് വിഷമം ഉണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നിൻ്റെ വിഷമം എല്ലാവർക്കും വിഷമമാവണമെന്നില്ല. ഞാൻ അയാളെ വയസ്സിന് മൂന്ന് അയാൾ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റാണ്, ഞാൻ അങ്ങനെ കരുത്തുള്ളൂ. പിന്നെ കുടുംബ പ്രേക്ഷകർക്ക് എന്താ വേണമെന്നൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞാൽ അതിലേക്ക് കറക്റ്റ് സ്വഭാവം എക്സ്പോസ് ആവുന്നതാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് കേട്ടോ. കാരണം ഇപ്പം അനുമോൾ ഡ്രാമ കളിക്കുന്നില്ലയോ സീരിയൽ കളിക്കുന്നു, അത് വേറൊരു തലമാണ്. പക്ഷേ ഈ അനീഷിനോട് ഈ ആദിലയും നൂറയും കാണിക്കുന്ന 2-3 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരാളിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട്? ഇവരെന്തോ നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഇവരെയും കേട്ട് എത്രയോ വയസ്സിന് മൂത്ത ഒരാളാണ്. മൂത്തത് പോട്ടെ, അയാൾ ഇവർക്ക് വല്ല ദ്രോഹം ചെയ്യുന്നു? അയാൾ ആരെ? അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, അയാൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നു? അയാൾ എന്നെ ചൊറിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് എല്ലാം ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ അയാളോട് എനിക്ക് അയാൾ എൻ്റെ ആരുമല്ല, എനിക്ക് അയാളോട് ഒരു സ്നേഹത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ വയസ്സിന് മൂത്ത അയാൾ ഒരു ദ്രോഹവും ചെയ്യാതെ അയാളുടെ കാര്യം നോക്കി നടക്കുന്ന ഒരാളിനെ എന്തിനാണ് അയാൾ ഒരു പരിഹസിക്കാൻ വേണ്ടി അയാളെ ഒരുമാതിരി ഒരു കോമാളിയാക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും കൈകൊട്ടിച്ചിരിക്കുന്നു? അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. പിന്നെ അതിന് നന്മമരമൊന്നും വിളിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. നീ അവിടെ നിന്നേ എന്നും പറഞ്ഞിട്ട് ഈ ആദിലെ അങ്ങ് സംസാരിക്കാൻ ശ്രമിക്കുന്നു. കുറേ സംസാരിച്ചപ്പം അനുമോള് എഴുന്നേറ്റ് നടന്നങ്ങ് പോയിട്ട് പറഞ്ഞു, എനിക്ക് സമയമില്ല, ഞാൻ കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞങ്ങ് പോയി.